യാത്ര. അവസാന യാത്ര അതായത് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പലരും ആഗ്രഹമുണ്ട്. എന്റെ മകനെ കാണണം, എന്റെ അവിടുത്തെ വസ്തു വിൽക്കണം, അതെനിക്ക് ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കുക ജനങ്ങളെ. സ്വർഗീയ യാത്ര, കോടികൾ മുടക്കി ബസ്, സ്വർണ്ണ കക്കൂസ്, സ്വർണ്ണ കട്ടില്, അങ്ങനെ വിശാലമായ സന്നാഹത്തോടുകൂടി 25 മന്ത്രിമാരെ വെച്ച് പാവപ്പെട്ട ഞങ്ങളുടെ പൈസ എടുത്ത് ഞങ്ങളുടെ ക്ഷേമനിധി ഫണ്ടിൽ നിന്നെടുത്ത് മറിച്ച് ഇപ്പൊ സ്വർഗീയ യാത്ര ചെയ്യുക. ഈ യാത്ര എന്ന് അവസാനിക്കും. ഈ യാത്ര ഇതുകൊണ്ട് അവസാനിക്കും. ഞങ്ങളുടെ എല്ലാ ബ്രാക്കുകളും കണ്ണുനീരും ദൈവം തമ്പുരാൻ കണ്ടോണ്ടിരിക്കുക. എല്ലാത്തിനും വില വിളിച്ചു. അപ്പടെ പോയി കാര്യമില്ല, മാവേലി സ്റ്റോറിലില്ല, എങ്ങുമില്ല. കൊള്ള വില കൊടുത്താണ് സാധനം കടയിൽ നിന്ന് മേടിക്കുന്നത്. വരുമാനമില്ല, അന്വേഷിക്കാൻ ആരുമില്ല. ഈ 1500 രൂപ പെൻഷൻ കിട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് ചെയ്താണ്. എന്റെ മകൻ മരിച്ചിട്ട് ഇന്ന് ഈ മാസം 3 വർഷമാകും. 8 വർഷം ഡയാലിസിസ് ചെയ്ത് ഈ ആശുപത്രി മുഴുവൻ നടന്ന് കടം കയറിയിരിക്കുകയാണ്. ഞാൻ തൊഴിലുറപ്പ് ചെയ്താണ് അതിന്റെ കുറേശ്ശെ കടം വീട്ടുന്നത്. 2000, 5000, 3000 ഒക്കെ കൊടുത്ത്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. മുഖ്യമന്ത്രി ആഘാതിച്ച് നടക്കുക. ഇയാൾ മനുഷ്യനാണോ? കണ്ണു കാണുന്നുണ്ടോ? ആരുടെ കാശ് കൊണ്ട് നടക്കുന്നു? പാവപ്പെട്ട നിങ്ങളുടെ എന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. ആണോ? ഓരോന്നിനും വില കയറ്റി ഞങ്ങളെ പിഴിഞ്ഞെടുത്ത് തൊഴിലുറപ്പിന് വിട്ട് അതിന്റെ ഒരു വിഹിതം എടുത്ത് 333 ഉണ്ടെങ്കിൽ 300 തരും. 33 ഇല്ല, അല്ല 330 3 ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഇതാണോ ഒരു മന്ത്രി? എന്ത് ഭരണമായത്? 11 മാസമായിട്ട് ഈ 1 വർഷമായിട്ട് 3 പ്രാവശ്യം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ബാക്കി 9 മാസം പെൻഡിങ് കിടക്കുക. ആ പെൻഡിങ് എല്ലാം നിർത്തി ഞങ്ങൾ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പൈസ തീർത്തും തരണം. അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ സമരം ചെയ്യും. അതിന് തർക്കമില്ല. സ്വർഗീയ യാത്ര നിർത്തിയിട്ട് അവസാന യാത്ര നിർത്തി ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കേ. അതാണ് ഒരു മന്ത്രിയുടെ കടമ. എത്രയോ മന്ത്രിമാര് ഭരിച്ചു. ഇതുപോലൊരു മന്ത്രി ഉണ്ടോ? സ്വർഗീയ യാത്ര ചെയ്യുക. ബസ് ഉണ്ടാക്കി, അതെ, സർവ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി യാത്ര ചെയ്യുക. എന്തിനാ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പെൻഷൻ മുഴുവൻ കുടിശ്ശിക തീർത്ത് ഞാൻ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.